സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലും തീവ്രവാദികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഏതാണ്ട് അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. എല്ലാ തീവ്രവാദ സംഘടനകളും പല്ലുകൊഴിഞ്ഞ് നട്ടലൊടിഞ്ഞ് ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഗാസ സ്ട്രിപ്പിൽ നെതന്യാഹു വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഗാസ സ്ട്രിപ്പ് ഔദ്യോഗികമായി ഇസ്രായേലിനോട് യുദ്ധത്തിലേർപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഔദ്യോഗികമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന സ്ഥലത്ത് മറുഭാഗത്തെ സർവ്വസൈന്യാധിപൻ എത്തുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ പൂർണ്ണമായും കീഴടക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യംഗ്യമായ ഭാഷയാണ്. അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത് ഇനി ഹമാസ് ഒരിക്കലും ഇവിടെ അധികാരത്തിൽ വരികയില്ല എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം പ്രഖ്യാപിച്ചത്. രണ്ടാമതായി പറഞ്ഞത് 101 ബന്ദികളെ ലഭിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു ബന്ദിയെ ഹാജരാക്കുന്നവർക്ക് $50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 42 കോടി രൂപ നൽകുന്നതാണ്. കൂടാതെ ബന്ദികളെ ഹാജരാക്കുന്നവർക്ക് പരിപൂർണമായ സംരക്ഷണവും നൽകും. അവർക്കും അവരുടെ കുടുംബത്തിനും സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരമൊരുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഏതെങ്കിലും ബന്ദികളെ ആരെങ്കിലും ഹർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഹർട്ട് ചെയ്തതായി അവരറിഞ്ഞാൽ അവരുടെ തല മുറിച്ച് മാറ്റുന്നത് വരെ ഇസ്രായേൽ അവരുടെ പിന്നാലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബന്ദികളെ ഹർട്ട് ചെയ്താൽ അവരുടെ തല മുറിച്ച് മാറ്റുന്നതുവരെ ഇസ്രായേൽ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ലോകത്തിൽ എവിടെ പോയി ഒളിച്ചാലും അവനെ തീർത്തിരിക്കും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഗാസ സ്ട്രിപ്പിലെ വിസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. ഇനി ഇന്റർനാഷണൽ മീഡിയ ഈ ദിവസങ്ങൾ ഉയർത്തിക്കാട്ടിയ വേറൊരു കാര്യം, അദ്ദേഹത്തിനെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവാബ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. യുദ്ധക്കുറ്റം ചുമത്തി അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുവാനായി ഈ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന വാർത്തയായി ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന ഒരു സംഗതി. വെസ്റ്റേൺ മീഡിയ അത്ര അത് പ്രൊജക്റ്റ് ചെയ്തില്ല. അൽ ജസീറ പോലത്തെ ടെലിവിഷൻ ചാനലുകൾ ദിവസങ്ങളോളം ഈ വാർത്ത ആഘോഷിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഹമാസിൻ്റെ മിലിറ്ററി ചീഫ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇബ്രാഹിം അൽ മാസി എന്ന് പറയുന്ന ഒരാൾ കൂടി അവർ പേരിന് ഒരു അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അദ്ദേഹം ഏകദേശം ജൂൺ മാസത്തോടെ ഇസ്രായേൽ കൊന്നുകളഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അറസ്റ്റ് വാറണ്ടൊന്നും യാതൊരു റിലവൻസും ഇല്ല. ഇനി ഇവരുടെ പേരുള്ള അറസ്റ്റ് വാറണ്ടിനും ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല, ന്യൂസ് വാല്യൂ ഉണ്ട് എന്ന് മാത്രം. ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് 124 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയുടെ ഭാഗമാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ട്രീറ്റിയിൽ UK ഒപ്പിട്ടിട്ടുണ്ട്. നേരെ മറിച്ച് US-ഉം റഷ്യയും ചൈനയും ഇസ്രായേലും ഈ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് അവരിതിൻ്റെ ഭാഗവുമല്ല. അപ്പോൾ ഈ അറസ്റ്റ് വാറണ്ട് റിലവൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒപ്പിട്ടിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൽ ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിട്ടുള്ള വ്യക്തികൾ അതായത് നെതന്യാഹുവോ ഗാലന്റോ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം എന്നതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ കോടതിയിൽ ഹാജരാക്കാനൊന്നും ഇന്ത്യൻ ഭരണകൂടം മെനക്കെടില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിന് ന്യൂസ് വാല്യൂ ഉണ്ട്, ഒരു ടാർണിഷിംഗ് വാല്യൂ ഉണ്ട്. അതായത് ഇവരെ യുദ്ധക്കുറ്റവാളികളാണെന്ന് ഇവരെ ഇതിൻ്റെ മുൻപിൽ എടുത്തു വയ്ക്കുന്നു. ഇസ്രായേൽ ശക്തമായതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ രാജ്യത്ത് കയറി അക്രമം കാണിച്ച അക്രമികളെ വെള്ളപൂശുകയും അവരുടെ രാജ്യത്ത് കയറി അക്രമം കാണിച്ചവരെ അവർ തിരിച്ചോടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരെ വേട്ടയാടിയതിൻ്റെ പേരിൽ അവരെ കുറ്റവാളികളാക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ഇസ്രായേൽ തിരിച്ച് പറയുന്നത്. കാരണം ഇവരെ ആക്രമിച്ചവരൊക്കെ മിടുക്കന്മാർ, യുദ്ധം തുടങ്ങി വെച്ചവരൊക്കെ മിടുക്കന്മാർ, ആ യുദ്ധത്തിൽ പരിക്ക് പറ്റിയവരെ റിട്ടാലിയേറ്റ് ചെയ്യുന്ന സമയത്ത് പരിക്ക് പറ്റിയവർ പ്രതിരോധം സംഘടിപ്പിക്കുന്ന സമയത്ത് അവരെ കുറ്റവാളികളായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് ഇന്റർനാഷണൽ കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ ഒരു വയലേഷനായിട്ടാണ് ഇസ്രായേൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഹമാസ് പോലത്തെ ഭീകര സംഘടനകളും അവരുടെ വക്താക്കളും, ഹമാസിന് വക്താക്കളില്ല, ഹിസ്ബുള്ളയ്ക്ക് വക്താക്കളുണ്ട്, ഹൂതികൾക്ക് വക്താക്കളുണ്ട്, അതുപോലെ അൽ ജസീറ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ചാനലുണ്ട്. ഈ ചാനലുകളെല്ലാം കൂടി കൂടിയിട്ട് വലിയ ആഘോഷമാക്കുകയും ഇവർ വലിയ കുറ്റവാളികളാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഏകദേശം അവസാനിക്കുകയാണ്, സമാധാനത്തിലേക്ക് തിരികുകയാണ്. ഇനി ഇസ്രായേൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സീസ് ഫയർ ടേംസ് പോകും. ഇത് സീസ് ഫയറിലേക്ക് എത്തും. ഒരു 1-2 മാസത്തിനുള്ളിലായിരിക്കും മിക്കവാറും സീസ് ഫയറിലേക്ക് എത്തുക. ആ സീസ് ഫയറിൽ എത്തുമ്പം ഇസ്രായേൽ തീരുമാനിക്കും എന്താണ് സീസ് ഫയർ ടേംസ് എന്ന്. കാരണം അവർക്ക് അത്രത്തോളം മേൽക്കൈ ഈ യുദ്ധത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിനിടയിലൂടെ നമുക്ക് ഒരു തരത്തിലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയം ലോകത്തിൻ്റെ കുറച്ചും കൂടി വടക്കൻ ഹെമിസ്ഫിയറിലേക്ക് നടക്കുന്നുണ്ട്. അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നമാണ്.
അത് പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ഒരു പേഴ്സണൽ വാർ പോലെയാണ് ലോകം എടുത്തിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ചില കോൺസിക്വൻസസുകളിലേക്ക് ആ യുദ്ധം എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ഏകദേശം 2 മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ. അവർ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയാം, വേണമെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽസ് എന്നും പറയാം, 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്ക യുക്രൈന് കൊടുത്തിട്ടുള്ളത്. ATACMS എന്നാണ് മിസൈലുകളുടെ പേര്, ബാലിസ്റ്റിക് മിസൈലാണ്. ആ കൂട്ടത്തിൽ തന്നെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈൽസ് എന്ന് പറയും. ഇതിനും ഏകദേശം ഈ പറയുന്ന 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഈ മിസൈൽസ് ഉപയോഗിക്കുവാൻ വേണ്ടി സെലൻസ്കിയെ യുക്രൈനെ അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഇത് റഷ്യക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിലേക്ക് എത്തി? നമുക്കറിയാം, ഇത് 1000 ദിവസം കടന്ന ഒരു യുദ്ധമാണ്. 2022 ഈ യുദ്ധം സംഭവിക്കുന്നത്. ഇതിൻ്റെ ചരിത്രമൊക്കെ ഏകദേശം കുറച്ച് പേർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റഷ്യയും യുക്രൈനും ഒക്കെ USSR എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അത് ഗോർബച്ചേവിൻ്റെ കാലത്ത് 1990 അത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ആ കൂട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് യുക്രൈൻ. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്പിൻ്റെ മെയിൻലാൻഡും റഷ്യയും തമ്മിലുള്ളൊരു കോറിഡോറാണ്. ഈ രാജ്യം യൂറോപ്പിൻ്റെ മെയിൻലാൻഡിൽ നിന്നും റഷ്യയിലേക്ക് കടക്കാനുള്ള ഒരു കോറിഡോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. റഷ്യയെ സംബന്ധിച്ച് യൂറോപ്പ് എന്നും ഒരു ഭീതിയാണ്. അപ്പം ഈ ഭീതിപ്പെടുത്തുന്ന ആളുകൾ ഇന്ന് മാത്രമല്ല, ഇത് നൂറ്റാണ്ടുകളായിട്ട് റഷ്യയുടെ ഒരു ഭയമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. കാരണം നെപ്പോളിയനൊക്കെ ഇൻവൈഡ് ചെയ്യുന്നത് ഈ എല്ലാ തരത്തിലുള്ള യൂറോപ്യൻ ഇൻവേഷൻസും വന്നിട്ടുള്ളത് യുക്രൈൻ റീജിയനിലൂടെയാണ്. പ്രത്യേകിച്ച് നെപ്പോളിയൻ്റെയൊക്കെ ഇൻവേഷൻ ആണ് റഷ്യക്ക് വലിയ പരിക്കുണ്ടാക്കിയിട്ടുള്ള ഇൻവേഷൻ. ആ ഇൻവേഷനൊക്കെ വന്നിട്ടുള്ളത് ഉക്രൈനിലൂടെയാണ്. അപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഉക്രൈൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് റഷ്യ എന്നും വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ റഷ്യ USSR ഡിസോൾവ് ചെയ്യപ്പെട്ടതിന് ശേഷം, യുക്രൈൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം യുക്രൈനിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ് റഷ്യ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ 2014 റഷ്യ യൂറോപ്യൻ യൂണിയനോട് ചേരണം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ യൂറോപ്യൻ യൂണിയൻ ഉക്രൈൻ അസോസിയേഷൻ അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈനിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭം ഉണ്ടാവുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് വിക്ടർ യാനുക്കോവ് എന്ന് പറയുന്ന പ്രസിഡന്റാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം റഷ്യൻ ഭാഗത്തേക്ക് ചാഞ്ഞിരുന്ന ആളായിരുന്നു. അദ്ദേഹം റഷ്യയുമായിട്ടാണ് ഇത്തരം കരാറുകളിൽ ഏർപ്പെടേണ്ടതെന്നും യൂറോപ്പുമായിട്ട് ഇത്തരം കരാറുകളിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല എന്നും വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ഒരു സിവിൽ വാറിന് ഒപ്പം വരുന്ന ഒരു വലിയ സംഘർഷം യുക്രൈനിൽ ഉടലെടുക്കുകയും അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ 2013 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2014 ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇതെത്തുന്നത്. സ്വാഭാവികമായിട്ടും റഷ്യയ്ക്ക് ഇങ്ങനെ ഒരു കരാറ് യൂറോപ്പുമായിട്ട് ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ യൂറോപ്യൻ ചേരിയിലേക്ക് പോയി ആത്യന്തികമായി നാറ്റോയിലെത്തും എന്ന ഒരു ഭയം. അപ്പോൾ റഷ്യയുടെ ഡോറിൻ്റെ മുൻപിൽ നാറ്റോ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. നേരെ മറിച്ച് നാറ്റോ സഖ്യവും യൂറോപ്പിലെ സ്ട്രാറ്റജിക് സഖ്യമാണ് നാറ്റോ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നാറ്റോയും റഷ്യയും തമ്മിലുള്ള ഒരു അതിർത്തി, ഒരു നോമാൻസ് റീജിയൻ പോലെ നിൽക്കുന്ന സ്ഥലമാണ് ഈ യുക്രൈൻ. അപ്പോൾ ഉക്രൈനും കൂടി നാറ്റോയിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നാറ്റോ റഷ്യയുമായിട്ട് ഫിസിക്കൽ അതിർത്തിയിൽ വരും, റഷ്യയുടെ അതിർത്തിയിലേക്ക് ഫിസിക്കൽ അതിർത്തി വരും. നേരെ മറിച്ച് നാറ്റോയ്ക്ക് വേറെ തരത്തിൽ നാറ്റോയ്ക്ക് റഷ്യയുമായിട്ട് ഫിസിക്കൽ അതിർത്തി ഇല്ല. എയറിലൂടെ മാത്രമേ റഷ്യയിലേക്ക് എത്താൻ പറ്റൂ. പക്ഷേ ഇന്ന് അതിനൊന്നും അത്ര വലിയ റിലവൻസ് ഒന്നുമില്ല. കാരണം ഇന്ന് യുദ്ധങ്ങൾ എപ്പോഴും എയറിലൂടെയാണ്, നിലത്തൂടെ അല്ല. അപ്പം എങ്കിൽ പോലും റഷ്യയെ സംബന്ധിച്ച് വലിയൊരു ഭയമാണ്. അപ്പോൾ ഈ ഭയത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യ എപ്പോഴും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ പ്രോ യൂറോപ്യൻ ആയ സമയത്ത് റഷ്യ പട്ടാളത്തെ അയച്ച് യുക്രൈൻ ഒരു ചെറിയ ഭാഗം, കരിങ്കടൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സീ എന്ന് പറയുന്ന റീജിയനിലേക്ക് യുക്രൈനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റീജിയനുണ്ട്, ക്രീമിയ. ആ ക്രീമിയ എന്ന് പറയുന്ന റീജിയൻ റഷ്യ അങ്ങോട്ട് റഷ്യയുടെ ഭാഗമാക്കി ചേർത്താണ്. യുദ്ധം ചെയ്ത് അവരതിനെ റഷ്യയുടെ ഭാഗമാക്കി ചേർത്ത് കഴിഞ്ഞു. അന്ന് മുതൽ നിൽക്കുന്ന ഒരു സംഘർഷം, 2014 മുതൽ നിൽക്കുന്ന സംഘർഷമാണ് വളർന്ന് 2022 ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക്. അപ്പോൾ ആ സമയത്തേക്ക് ഇവിടെ സെലൻസ്കി എന്ന് പറയുന്ന യൂറോപ്പിലേക്ക് പൂർണ്ണമായിട്ടും യൂറോപ്യൻ സൈഡിലേക്ക് ചേരണമെന്ന അഭിപ്രായമുള്ളൊരു പ്രസിഡന്റ് ഉക്രൈനിൽ വന്നു. അദ്ദേഹം നാറ്റോയിൽ സഖ്യകക്ഷിയാവാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. അപ്പോൾ നാറ്റോയിൽ സഖ്യകക്ഷിയാവാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ച് വൻ ഭീഷണിയായി റഷ്യ പരിഗണിക്കുന്നു. ഭീഷണി ഉണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യ വിചാരിക്കുന്നത് അത് അവരുടെ വലിയൊരു ഭീഷണിയാണെന്നാണ്. ഈ ക്രീമിയ എന്ന് പറയുന്ന സ്ഥലം അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം യുക്രൈൻ്റെ ഒരു ഏരിയയെക്കുറിച്ചൊരു ധാരണ വേണം. നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, ഈ സ്റ്റേറ്റുകൾ ചേരുന്ന അത്രത്തോളം ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഉക്രൈൻ എന്ന് പറയുന്നത്. അതാണ് രാജ്യത്തിൻ്റെ വ്യാപ്തി. അപ്പം ആ രാജ്യം
പിന്നെ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരുന്നു എന്നുള്ള പ്രശ്നത്തെ തുടർന്ന് ആദ്യമുണ്ടായ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ക്രീമിയയാണ്. ക്രീമിയ ഔദ്യോഗികമായിട്ട് റഷ്യയോട് അനക്സ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് വേറെ 2 ഏരിയ കൂടി കുറച്ചും കൂടി, ഇതൊക്കെ യുക്രൈൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് സംഭവിക്കുന്നത്. റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തി, യുക്രൈൻ്റെ കിഴക്കൻ അതിർത്തി. അപ്പോൾ കിഴക്കൻ അതിർത്തിയിൽ ക്രീമിയ പോയി. ഡോൺസ്ക് എന്ന് പറയുന്ന ഒരു റീജിയണും ലുഹാൻസ്ക് എന്ന് പറയുന്ന ഒരു റീജിയണും അന്ന് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അനക്സ് ചെയ്യപ്പെട്ടില്ല. ഈ 2 രാജ്യങ്ങൾ കൂടി അന്ന് ഇൻഡിപെൻഡൻറ്റ് പ്രദേശങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഉക്രൈനിൻ്റെ ഏകദേശം കിഴക്കോട്ട് വരുന്ന റീജിയൻ തന്നെയാണ്, റഷ്യൻ അതിർത്തിയിലേക്ക് വരുന്ന റീജിയൻ തന്നെയാണ്. അപ്പോൾ അന്ന് അത് റഷ്യ അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2022 റഷ്യ പെട്ടെന്ന് ഈ റീജിയൻസും കൂടി, ഡോൺസ്കും ലുഹാൻസ്കും കൂടി അനക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം 42,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ റഷ്യയുടെ ഉള്ളിലേക്ക് കിട്ടും. അപ്പോൾ കേരളത്തിൻ്റെ ഏരിയ കഴിഞ്ഞ് കൂടുതലായി. കേരളത്തിന് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്ററാണ് ഏരിയ. അപ്പോൾ ഈ ഭാഗം കൂടെ റഷ്യ അനക്സ് ചെയ്തു. അപ്പം 42,000 സ്ക്വയർ കിലോമീറ്റർ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം യുദ്ധം തുടങ്ങിയിട്ട് 2022 ഇതൊരു ഫുൾ സ്കെയിൽ വാറായിട്ട് വരുന്നത്. ഈ ഫുൾ സ്കെയിൽ വാറായിട്ട് വന്നതിന് ശേഷം ഏകദേശം 1,90,000 കിലോമീറ്റർ കൂടി അധികം റഷ്യ പിടിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ മൊത്തം ഏരിയ ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്തത് 1,61,000 കിലോമീറ്റർ ഉണ്ട്, സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇത് കേരളത്തിൻ്റെ 4 ഇരട്ടിയോളം വരുന്നൊരു ഏരിയയാണ് റഷ്യ ഇപ്പം മൊത്തം ഈ 1000 ദിവസത്തെ യുദ്ധം കൊണ്ട് അവരുടെ കൈക്കലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 27% യുക്രൈൻ്റെ 27% ഏരിയ വരും. അപ്പോൾ ഇത്രത്തോളം അകത്തോട്ട് കയറി അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് ഈ അടുത്ത കാലത്ത് ചെറിയൊരു ചേഞ്ച് വന്നത് യുക്രൈൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് കയറി റഷ്യയുടെ ഒരു കുറച്ച് പ്രദേശം പിടിച്ചെടുത്തു. അത് ഏകദേശം 500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരും. അത്രയും റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു കയറുവാൻ ഉക്രൈന് സാധിച്ചു. അപ്പോൾ അത് റഷ്യയെ സംബന്ധിച്ച് ഈ എല്ലാ 2 ഭാഗത്തുള്ള പ്രശ്നം 1000 ദിവസമായി യുദ്ധം നടക്കുന്നു. ഒരുപാട് മനുഷ്യർ മരിച്ചു. ഏകദേശം ഒരു കണക്കനുസരിച്ച് ഇവർക്ക് നഷ്ടപ്പെട്ട മനുഷ്യരുടെ എണ്ണം, ഉക്രൈന് നഷ്ടപ്പെട്ടത് ഏകദേശം, റഷ്യക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം 1,60,000 പട്ടാളക്കാരാണ്. 1,60,000 പട്ടാളക്കാരും മരിച്ചു പോവുകയും 5 ലക്ഷം പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നേരെ മറിച്ച് ഉക്രൈനെ സംബന്ധിച്ച് അവർക്ക് 70,000 പട്ടാളക്കാരാണ് മരണപ്പെട്ടത്. അവരുടെ ഏകദേശം 1,20,000 പേർക്ക് മുറിവ് പറ്റി. അപ്പം റഷ്യ കൂടുതൽ പ്രദേശം പിടിച്ചപ്പോൾ അഗ്രസീവായിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആൾനഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1:3 ആണ്. യുക്രൈൻ്റെ ഭാഗത്ത് ഒരാൾക്ക് അവിടെ റഷ്യയുടെ ഭാഗത്ത് 3 ആളാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവർ എണ്ണത്തിൽ കൂടുതലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ആൾനഷ്ടം കൂടും. അപ്പോൾ ഈ റഷ്യയിലെ ചെറുപ്പക്കാരും പുതിയതായിട്ട് പട്ടാളത്തിലേക്ക് ചേരാൻ തയ്യാറില്ല, അവർ ജീവനം കൊണ്ട് ഓടുകയാണ്. അപ്പം ഈ പുടിൻ പലതരത്തിൽ ആളുകളെ ഡ്രാഫ്റ്റ് ചെയ്യാന്ന് പറയും, പട്ടാളക്കാർക്ക് ഡ്രാഫ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പക്കാർ അസുഖം അഭിനയിച്ചും സ്വന്തം കൈയുടെ എല്ല് പൊട്ടിച്ചും ഒക്കെ ഈ മരണ ട്രാപ്പിലേക്ക് കയറാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആളില്ല. ഇതേ പ്രശ്നം യുക്രൈനിലുണ്ട്. ഉക്രൈനിൽ ആദ്യമൊക്കെ എല്ലാവരും കൂടെ വോളണ്ടിയർ ചെയ്ത് യുദ്ധം ചെയ്യാൻ വന്നിരുന്നു. പക്ഷേ ഇതൊരു ജയിക്കാൻ സാധ്യതയുള്ള യുദ്ധമല്ല എന്ന് വന്നതോടെയും 1000 ദിവസം നീണ്ടതോടെ ആൾക്കാരുടെ മനസ്സുമെടുത്തു. അപ്പോൾ യുക്രൈനിലും യുദ്ധം ചെയ്യാൻ ആൾ കുറവാണ്. അപ്പോൾ ഈ 2 ഭാഗവും ഈ പ്രശ്നം നേരിടുന്നു. അപ്പോൾ റഷ്യ എങ്ങനെ ഈ പ്രശ്നം, ഒന്നാമത് ചെറുപ്പക്കാർ എല്ലാ രാജ്യത്തും കുറവാണ്, യങ്സ്റ്റേഴ്സ് ഇല്ല, ഒരു രാജ്യത്തും ഇല്ല. അപ്പോൾ അവർ തന്നെ ഈ ജീവൻ കളയാൻ തയ്യാറല്ല. മനുഷ്യൻ ജീവൻ വളരെ പ്രീഷ്യസ് ആണ്. ആദ്യമൊക്കെ ഒരു ആക്രാന്തത്തിൻ്റെ പേരിൽ അങ്ങോട്ട് പോയി ചേരുമെങ്കിലും റഷ്യയിലുള്ള ആളുകളെ സംബന്ധിച്ച് വെറും അനാവശ്യമായ ഒരു യുദ്ധമാണ്. ഇത് വെറും ഒരു ഭയത്തിൻ്റെ പേരുള്ള യുദ്ധമാണ്. യുക്രൈനെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. പക്ഷേ ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ആവേശം വരും. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് റഷ്യ നമ്മുടെ നോർത്ത് കൊറിയൻ പ്രസിഡന്റുമായിട്ട് കിം ജോങ് ഉൺ എന്ന് പറയുന്ന ആ പ്രാന്തനുണ്ടല്ലോ, അയാളുമായിട്ടൊരു കരാറിലെത്തുകയും അവിടെ നിന്ന് സോൾജിയേഴ്സിനെ എത്ര ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. 1,00,000 സോൾജിയേഴ്സിനെ കൊണ്ടുവന്നു എന്ന് പറയുന്നവരുണ്ട്, അല്ല 25,000 ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു നമ്പർ ഓഫ് സോൾജിയേഴ്സ് റഷ്യയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ കിം ജോങ് ഉണ്ണിൻ്റെ രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യനെയും പുറത്തു പോകാൻ സമ്മതിക്കരുന്നുള്ളത് നമുക്കറിയാം. അയാളുടെ രാജ്യത്ത് നിന്ന് ഒരു മനുഷ്യനെ ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കില്ല. കാരണം സ്വാതന്ത്ര്യമുള്ള ലോകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു പന്നിക്കൂടാണെന്നുള്ളത് ജനത്തിന് മനസ്സിലാവുമെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് അവിടുന്ന് ഒരാളെ ഇയാൾ പുറത്തു വിടില്ല. പക്ഷേ ഇവിടെ ഈ 1,00,000 ആളുകളെ ഇയാൾ എന്ത് ധൈര്യത്തിൽ പുറത്തു വിട്ടു എന്നുള്ളതാണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സ് അനലൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ മനുഷ്യർ എന്ത് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ രാജ്യത്തിൽ വലിയ ലക്ഷറി എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ വഴിയേരി കിട്ടുന്ന കാര്യങ്ങളാണെന്നും അവിടെ മനുഷ്യരുടെ ഫ്രീഡം എന്താണെന്ന് ഇവർ തിരിച്ചറിയുമെന്നും അത്തരം രാജ്യങ്ങളുടെ സൗകര്യങ്ങൾ എന്താണെന്ന് അവർ കണ്ടെത്തുമെന്നും ഒക്കെയുള്ള ഭയം കൊണ്ടാണ് ഇവരെ പുറത്തു വിടാത്തത്. അപ്പോൾ റഷ്യയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്.
അപ്പോൾ ആ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ സൗകര്യങ്ങൾ ഇവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് ഈ കിമ്മിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയായി തീരും. ഇപ്പോൾ കിമ്മിൻ്റെ രാജ്യത്തിൽ കിമ്മിൻ്റെ പട്ടാളക്കാരെ കിമ്മ് വളർത്തുന്നത് പുറത്തുള്ള ആളുകളോട് യുദ്ധം ചെയ്യാനല്ല, അദ്ദേഹത്തിൻ്റെ പവർ അട്ടിമറിക്കാൻ വരുന്ന പട്ടാളക്കാരെ നേരിടാനാണ്, അല്ലെങ്കിൽ ഒരു പട്ടാള അട്ടിമറിയെ നേരിടാനാണ് പ്രധാനമായിട്ടും പട്ടാളത്തെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തൊരു പട്ടാളം റഷ്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ റഷ്യയിൽ വരുന്ന സമയത്ത് 2-3 വിഷയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ യുദ്ധം ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആർക്കും ഒരു ത്രില്ലുണ്ടാവും. കാരണം എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും മക്കളെയും ഭാര്യയും രക്ഷിക്കാനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. എൻ്റെ നാടിൻ്റെ എൻ്റെ മാതാവായിട്ടുള്ള എൻ്റെ ജന്മദേശത്തെ രക്ഷിക്കാനാണ് യുദ്ധം. ആ യുദ്ധം വേറൊരു യുദ്ധമാണ്. നേരെ മറിച്ച് വേറൊരു രാജ്യത്ത് യുദ്ധം വെറും കൂലിപ്പണിക്കാരനാണ്. അവൻ ശമ്പളത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അവനെ സംബന്ധിച്ച് അവന് കിട്ടേണ്ടത് ശമ്പളമാണ്. എന്തിനാണ് ശമ്പളം കിട്ടുന്നത്? ശമ്പളം കിട്ടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മരിക്കാൻ അവന് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും പേരിനൊരു യുദ്ധമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ കൊറിയൻ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇവർ യുദ്ധം ചെയ്തിട്ട് എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഈ കൊറിയൻ സെറ്റി എന്നുള്ളതാണ് അമേരിക്കയും ബ്രിട്ടനും ഈ മിസൈൽ പ്രയോഗിക്കാനുള്ള അനുവാദം സെലൻസ്കിക്ക് കൊടുക്കാനുള്ള കാരണം വേറൊരു രാജ്യം ഇതിനകത്ത് ഇടപെട്ടു. ഇവിടെ ഇറാൻകാർ കാര്യമായിട്ട് യുദ്ധത്തെ സഹായിക്കുന്നുണ്ട്, ഇപ്പോഴും തന്നെ നേരത്തെ മുതലേ സഹായിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇറാനിട്ട് അടിക്കുന്നതിൻ്റെ ഒരു റീസൺ, ഇസ്രായേൽ വാറിൽ ഇറാനിട്ട് അടിക്കുന്നതിൻ്റെ ഒരു റീസൺ അവിടെ പോയിട്ട് ഇറാൻ കളിക്കുന്ന കളിയും കൂടിയാണ്. അപ്പം ഈ പറയുന്ന ഇറാൻ ഉണ്ടാക്കി കൊടുത്ത ഡ്രോൺ ഉണ്ട്, സഹേദി എന്ന് പറയുന്ന ഒരു ഡ്രോണാണ്, ഇറാൻ്റെ ഡ്രോണാണ്, യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ. അത് ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അതിനെ നേരിടാൻ വേണ്ടി മാത്രം യൂറോപ്പിൻ്റെ സഹായത്തോടെ യുക്രൈൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആൻറ്റി ഡ്രോൺ സംഗതിയാണ് സ്റ്റിംഗ് ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഡ്രോൺ തോട്ടയിടാൻ വേണ്ടി, അതിനെ താഴെയിടാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഈ യുദ്ധം മുന്നേറുന്നത്. ആ മുന്നേറുന്ന സമയത്താണ് ഈ കൊറിയൻ പട്ടാളക്കാർ വരുന്നതും. ഈ കൊറിയൻ പട്ടാളക്കാരെ നേരിടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മിസൈൽസ് ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇവറ്റകളെ യുദ്ധ ഫീൽഡിൽ പോയിട്ടുള്ളവരല്ല, ഈയലുകളെ പോലെ ഇവർ മരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ മിസൈൽ ഉപയോഗിക്കുന്ന റഷ്യക്കെതിരായിട്ടല്ല, കൊറിയക്കെതിരായിട്ടാണ്. അപ്പോൾ ഇവിടേക്ക് പട്ടാളക്കാരെ വിട്ടു കഴിഞ്ഞാൽ ഇവറ്റകൾ മൊത്തം ഈയലുകൾ തീരിച്ചാടിയതുപോലെ ചത്തുപോകും എന്ന് കൊറിയൻ പ്രസിഡന്റിനെ മനസ്സിലാക്കാൻ അയാൾക്കൊരു മെസ്സേജ് കൊടുക്കാനാണ് പ്രധാനമായിട്ടും ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളതെന്നാണ് സ്ട്രാറ്റജിക് എക്സ്പെർട്ടുകൾ പറയുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് റഷ്യ പറഞ്ഞു, ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കും. അപ്പോൾ സാധാരണ എല്ലാ രാജ്യങ്ങളും പൊതുവെ എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, നോട്ട് ടു യൂസ് ദ ന്യൂക്ലിയർ വെപ്പൺ ഫസ്റ്റ്. ഞങ്ങൾ ആദ്യം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കില്ല. നമ്മളൊക്കെ അത്തരം സ്ട്രാറ്റജീസ് കാറ്റഗറിയിൽ പെടുന്നവരാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് എ പ്ലെഡ്ജ് ദാറ്റ് നമ്മൾ ഒരിക്കലും ആദ്യം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കില്ല. എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ആരെങ്കിലും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചത് ഉപയോഗിക്കുള്ളൂ. ഇത് റഷ്യയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഇപ്പം ഈ അമേരിക്ക ഈ മിസൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചു എന്നതിൻ്റെ പേരിൽ അവരതിൻ്റെ ആ കരാർ മാറ്റി. എന്നിട്ട് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾ ആദ്യം തന്നെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കും, അതായത് യുക്രൈനെതിരെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ഒന്നും അതിനുണ്ടായില്ല. കാരണം ഇതൊന്നും കേട്ട് ആരും പേടിക്കത്തില്ല. കാരണം റഷ്യയ്ക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം അവരുടെ മാത്രമല്ല ഈ സാധനമുള്ളത്. അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ആളെടുത്ത് അവരുടെ തലയിടും. അത് വെറും ആത്മഹത്യയാണ്. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുക എന്ന് പറയുന്ന ആത്മഹത്യയാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം അവർ കൈ പൊള്ളി നിൽക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ വേറെ ഒന്നുമില്ല, ഇനി ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആകെ ന്യൂക്ലിയർ വെപ്പൺ മാത്രമാണ് കയ്യിലുള്ളത് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും റഷ്യ ഉടനെ തന്നെ നെഗോഷിയേഷൻ ടേബിളിൽ എത്തുമെന്നുമാണ് സ്ട്രാറ്റജിക് എക്സ്പെർട്ടുകൾ ഇതിനെ വായിക്കുന്നത്. ഇപ്പോൾ യുദ്ധ കൊതിയുള്ള ആളുകൾ ഇങ്ങനെ പറയും, നാളെ അങ്ങനെ മൂക്കും, 3-ാം ലോകമായ യുദ്ധം വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇതൊക്കെ പൊതുവെ വരുന്ന അൽ ജസീറ, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള അത്തരം ആ നിലവാരമുള്ളൊരു മാധ്യമങ്ങളിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒന്നും കാണാതെയല്ല ഇത്തരം കാര്യങ്ങൾ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ ചെയ്യുന്നത്. യുദ്ധം എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാം, എത്ര മരണങ്ങൾ ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ അതിലേക്കൊന്നും കടക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന് പറയുന്ന ആ ഒരു ഭീഷണി, ആ ഒരു വാൾ പൊക്കി കാണിക്കുന്നത് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൂചനയായിട്ടും ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് അവർ പോകും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടുമാണ് വരുന്നത്. അവരപ്പോൾ ഇന്നലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ന്യൂക്ലിയർ വെപ്പൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അവർ ഉക്രൈനിലേക്ക് അയച്ചതായി പറയുന്നുണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കും എന്നുള്ള ഭീഷണിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്നത് എത്രത്തോളം അകലെ നിന്ന് വരുന്നോ അത്രത്തോളം കൂടുതൽ അത് അപകടകാരിയാണ്. കാരണം അതിൻ്റെ ഒരു ട്രാക്ക്, പോലത്തെ ഒരു ട്രാക്കാണെന്ന് ഞാൻ നേരത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിൽ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്ത് സ്പേസിലേക്ക് വിടുകയും ചെയ്യാം. സ്പേസിലേക്ക് വിട്ടിട്ട് അതിന് ട്രാജക്ടറി പോലെയാണ്. അപ്പോൾ ആദ്യത്തെ റായുടെ ഫസ്റ്റ് ഹാഫ് അത് റോക്കറ്റ് ഉപയോഗിച്ച് മേലോട്ട് വിടും. മേലോട്ട് വിട്ട് കഴിഞ്ഞാൽ റോക്കറ്റൊക്കെ തീരും. പിന്നെ ഇത് താഴോട്ട് വീഴുന്നത് അടുത്ത ഹാഫ് ഓഫ് ദ അത് തന്നെ ഫ്രീ ഫോളാണ്. അപ്പോൾ ഈ എത്ര ദൂരം പോകണോ അതിനനുസരിച്ച് ബാലിസ്റ്റിക് മിസൈലിനെ മേലോട്ട് കൊണ്ടുപോകണം.
അപ്പോൾ എത്ര മേലോട്ട് പോകുന്നോ അതിനനുസരിച്ച് അത് താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഭൂമിയുടെ ആകർഷണ ബലത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് അതിൻ്റെ വേഗത കണ്ടമാനം വർദ്ധിക്കും. അപ്പം ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഭൂമിയിലേക്ക് എത്തുമ്പം അതിൻ്റെ വേഗത ഏകദേശം 20,000 km/h ആണ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നൊരു വേഗതയല്ല, ഭീകരമായ വേഗതയാണ്. അപ്പം അത്രയും വേഗതയുള്ള ഒരു ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അപ്പം മിസൈൽ ഉപയോഗിച്ച് മിസൈലുകളെ തകർക്കുന്ന ആ പ്രോസസ്സുകളെ എതിർക്കാൻ വേണ്ടിയാണ് ഇത്രയധികം വേഗതയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അമേരിക്കയും ബ്രിട്ടനോ കൊടുത്ത 300 km വരെ പോകുന്ന മിസൈലുകൾ അതും ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ്. അതിനേക്കാൾ എത്രയോ അധികം വേഗതയുള്ളതാണ് റഷ്യ പ്രയോഗിച്ച മിസൈൽ. ഈ മിസൈലൊക്കെ യൂറോപ്പിൻ്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊറിയൻസ് ഈ വാറിനകത്ത് കയറി വന്നു എന്നുള്ളതാണ് പുതിയ ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിസൈൽസ് കൊടുത്തിട്ടുള്ളത്. ഉടനെ ഒരു ന്യൂക്ലിയർ വാറിലേക്കൊന്നും ഇത് പോവില്ല, പക്ഷേ ഇത് ഏകദേശം ഇതും ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിയേക്കാം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ടെക്നിക്ക് ഈ വാറ് അങ്ങ് എസ്കലേറ്റ് ചെയ്യുകയും റഷ്യയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെ അതൊരു നെഗോസിയേഷൻ ടേബിളിൽ എത്തുകയാണെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് ട്രംപിനെ ഇതിൻ്റെ ഒന്നും അഡ്വാൻറ്റേജ് എടുക്കാൻ അനുവദിക്കരുത്. അപ്പം അവിടെ ഇസ്രായേലിൻ്റെ സൈഡിലും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കളിച്ച കളി അത് തന്നെയാണ്, ഇവിടെയും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കളിക്കുന്ന കളി അത് തന്നെയാണ്. ഈ വാർ എങ്ങനെയെങ്കിലും നെഗോസിയേഷൻ ടേബിളിൽ എത്തിച്ചിട്ട് പോകാൻ പറ്റുമെന്നാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നത്. കാരണം ഇലക്ഷൻ ഇതോടെ തീരുന്നില്ല. ഈ ട്രംപിൻ്റെ 4 വർഷത്തെ പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ വരും. ആ സമയത്ത് ഡെമോക്രാറ്റുകൾക്ക് അവരുടെ ക്രെഡിറ്റിലേക്ക് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ വിഷയം തീർത്തു, ഈ റഷ്യ യുക്രൈൻ വിഷയം തീർത്തു എന്നുള്ള കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.